അങ്ങനെ പിണറായി വിജയൻ മമ്മൂട്ടിയോട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, 2-3 ദിവസമായിട്ട് മമ്മൂട്ടീനെ സപ്പോർട്ട് ചെയ്തിരുന്നവരെ വരെ മമ്മൂട്ടീനെ ചീത്ത വിളിക്കുന്നത്, അതായത് ഈ ഇടത് അനുകൂലികളുടെ ഒരു വിഭാഗം വയനാട് അവിടുത്തെ ടൗൺഷിപ്പ് മമ്മൂട്ടി സന്ദർശിച്ചതും. അപ്പോൾ മമ്മൂട്ടി അവിടെ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് മമ്മൂട്ടിയും നിർമ്മാതാവ് ആൻഡോ ജോസഫും കൂടി അവിടെ സന്ദർശിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ CPM ജില്ലാ സെക്രട്ടറി റഫീഖ്, അദ്ദേഹം മമ്മൂട്ടിയുടെ കൂടെ വരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വന്ന് എന്ന് ആളുകൾ വിചാരിക്കും, നിങ്ങൾ മാറി നിൽക്കൂ, നടക്കണ്ട എന്ന്. അത് ഒരു സ്വകാര്യ സംഭാഷണം പോലെയാണ്. മമ്മൂട്ടി അത് വളരെ രഹസ്യമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ചുറ്റും മൈക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ മമ്മൂട്ടി അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും അത് പിന്നീട് വിവാദമായി. മമ്മൂട്ടി അങ്ങനെ റഫീഖിനെ പറയാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞ് വളരെയധികം സൈബർ അറ്റാക്കുകൾ മമ്മൂട്ടിക്കെതിരെ വന്നിരുന്നു. നിങ്ങൾ പലവരും പല കമൻസ് കണ്ടിട്ടുണ്ട്, വളരെ മോശമായിട്ടുള്ള കമൻറ്റ് വരെ. അപ്പോൾ ആ കമൻറ്റുകൾ, ചില കമൻറ്റുകൾ ഇങ്ങനെയാണ്. അതായത് ഈ പറയുന്ന റഫീഖ്, അദ്ദേഹം ഒരു പാർട്ടിയുടെ സെക്രട്ടറിയാണ്, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, അദ്ദേഹമായിരുന്നു അവിടെ മുഴുനീളം ഉണ്ടായിരുന്നത്. ഈ ദുരന്തം സംഭവിച്ചപ്പോഴും ഇതുവരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, ആ ജനതയോടൊപ്പം ഉണ്ടായിരുന്ന റഫീഖായിരുന്നു. നിങ്ങൾ AC-യിൽ ജീവിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ മമ്മൂട്ടിനെതിരെ ഒരു ഇത്. ഇപ്പുറത്ത് പറഞ്ഞത് വെറുതെ ഒരു ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി, ക്യാമറയുടെ മുമ്പിൽ വരാൻ വേണ്ടിയാണ് ആ റഫീഖ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് മമ്മൂട്ടി പറഞ്ഞു തന്നെയാണ് ശരി, മുഖത്ത് നോക്കാതെ മമ്മൂട്ടി അത് പറഞ്ഞു എന്ന് പറഞ്ഞത് ഒരു വിഭാഗമുണ്ട്. പക്ഷെ കൂടുതലും, അതായത് മമ്മൂട്ടി ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്, മമ്മൂട്ടി പഴയ SFI പ്രവർത്തകനാണെന്നൊക്കെ ആണ് കേട്ടിട്ടുള്ളത്. എന്തായാലും മമ്മൂട്ടി ഇന്ന് കൈരളി ചാനലിന്റെ ചെയർമാൻ, എത്രയോ വർഷമായിട്ട്, അത് കൈരളി ചാനൽ തുടങ്ങി അന്ന് മുതൽ കൈരളിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് മമ്മൂട്ടി. മമ്മൂട്ടി എല്ലാ ഇടത് പരിപാടികളിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരായിട്ടും ബന്ധമുണ്ട്. പക്ഷെ എങ്കിൽ പോലും മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും മമ്മൂട്ടീനെ ഈ പറയുന്ന സൈബർ പോരാളികൾ മമ്മൂട്ടിക്കെതിരെ പറയുക എന്നുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഈ സൈബർ അറ്റാക്ക് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അധികം പേരൊന്നും സിനിമയ്ക്കകത്ത് പ്രതികരിച്ച് ഞാൻ കണ്ടില്ല. അതായത് പൊതുവേ മമ്മൂട്ടിക്കൊരു അവാർഡ് കിട്ടിയാൽ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമ റിലീസായാൽ മമ്മൂട്ടീനെ പൊക്കി പറയുന്നവർ, മമ്മൂട്ടീനെ പുകഴ്ത്തുന്നവർ, അവരാരും ഈ ഒരു കാര്യത്തിൽ മമ്മൂട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന അധികം ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ ഒരു ഇതെന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ഡോക്ടർ ആസാദ് എന്ന് പറയുന്ന അദ്ദേഹം ഈ പറഞ്ഞ സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരനും ഒക്കെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില പോയിന്റ്സ് ഉണ്ട്. ഒരു നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഇട്ടത്. അദ്ദേഹം പറഞ്ഞിരുന്നത്, ഈ സൈബർ ആക്രമണം ചില പാഠങ്ങൾ ബാക്കിയാക്കുന്നു. ഒരു ദിവസം മുഴുവൻ സൈബർ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെട്ടു. ഹിംസ അവർക്ക് പാപമല്ല, വാക്കുകൊണ്ടോ ആയുധം കൊണ്ടോ അവർ ഉന്മൂലനം നടത്തും. അതായത് ഈ ഇടതുപക്ഷത്തിന്റെ പോരാളികളെ അവർ വളരെയധികം രൂക്ഷമായിട്ടാണ് ഇദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയുക അല്ലെങ്കിൽ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ഉന്മൂലനം ചെയ്യുക എന്ന രീതിയിൽ അദ്ദേഹം അത് വളരെ, എന്താ പറയുക, വേറൊരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങളും അങ്ങനെ പല, നമുക്ക് TP വധക്കേസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അദ്ദേഹം വാക്കുകൊണ്ടോ ആയുധം കൊണ്ടോ അവർ ഉന്മൂലനം നടത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞു, ഇപ്പോൾ മമ്മൂട്ടിക്ക് താൻ നിൽക്കുന്ന ഇടത്തിന്റെ തനി സ്വഭാവം പിടികിട്ടിക്കാണ്. ഇദ്ദേഹം പറയണത് മമ്മൂട്ടീനെ ഒരു ചെറിയൊരു ഡോസ് പോലെയും കൂടിയാണ് എനിക്കത് വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം മമ്മൂട്ടിയുടെ ഇടതുപക്ഷ അനുഭാവിയാണ്. മമ്മൂട്ടി ഈ ഒരു ഇടത് സഖാക്കളുടെ ഇടയിൽ അവർ മമ്മൂട്ടിനെ പുകഴ്ത്തിക്കൊണ്ട് നടക്കാറുള്ളതാണ്. അപ്പൊ താൻ നിൽക്കുന്ന ഒരു ഇടം ഇപ്പോൾ മമ്മൂട്ടിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്, ഈ CPM ജില്ലാ സെക്രട്ടറിക്ക് അല്ല, അതായത് അദ്ദേഹം പറയുന്നത് CPM ജില്ലാ സെക്രട്ടറികൾ മാറി മാറി വരാം, അതൊരു പൊതുപ്രവർത്തകനാണ്, എല്ലാം ശരിയാണ്. പക്ഷെ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ, അദ്ദേഹം എത്രയോ വർഷമായിട്ട് ഇവിടെ സിനിമയിൽ, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായി നിലനിൽക്കുന്നു. അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഒരിക്കലും മറക്കില്ല. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം അവിടെ ഉണ്ട് ജനങ്ങളുടെ മനസ്സിൽ. അപ്പൊ എന്തുകൊണ്ടും ആ ഒരു സ്ഥലത്ത് CPM ജില്ലാ സെക്രട്ടറിയെക്കാട്ടും പ്രാധാന്യം മമ്മൂട്ടിക്ക് തന്നെയാണ് എന്നാണ് ഈ ഡോക്ടർ ആസാദ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എന്തുകൊണ്ടോ മമ്മൂട്ടി കുനിഞ്ഞു, മമ്മൂട്ടി ഖേദം പ്രകടിപ്പിച്ചു. അതായത് മമ്മൂട്ടി ഖേദം പ്രകടിപ്പിച്ചു, നമുക്കറിയാം, മമ്മൂട്ടി റഫീഖിനെ വീഡിയോ കോൾ ചെയ്തു, വീഡിയോ കോൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അത് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു മാപ്പ് പറയുന്ന രീതിയിലൊക്കെ മമ്മൂട്ടി പറഞ്ഞു തോന്നുന്നു. എന്നിട്ട് റഫീഖ് അതൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ടും അവിടെ മമ്മൂട്ടി തന്നെയാണ്, അല്ല മമ്മൂട്ടി ഇത് കുനിയാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മമ്മൂട്ടിക്കും സച്ചിദാനന്ദനും സപ്പോർട്ട്. സച്ചിദാനന്ദന്റെയും ഒരു വിവാദം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പറയുന്നുണ്ട്, സച്ചിദാനന്ദനും മമ്മൂട്ടിക്കും രാഷ്ട്രീയം ഉണ്ടാവാം, പക്ഷെ അവർക്കും അവകാശമുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് എന്തും തുറന്നു പറയാം എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവസാനം ഇദ്ദേഹം ഒരു കാര്യം കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. MN വിജയൻ മാഷ് പുരയ്ക്കന്മേൽ ചാഞ്ഞ മരമാണ്, വെട്ടുവിൻ എന്ന് ആഹ്വാനം ചെയ്തവരാണ്
അതായത് ഒരു CPM ഒരു കൊട്ട് തന്നെയാണ് ഇദ്ദേഹം അതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എഴുത്തുകാരൻ നിഷാദ് കോയ ഉണ്ട്. അദ്ദേഹം നമ്മുടെ മമ്മൂട്ടിയെ വെച്ച് തോപ്പിൽ ചോപ്പൻ എന്ന് പറഞ്ഞ സിനിമ, ഓർഡിനറി പോലത്തെ ഒരുപാട് ഹിറ്റുകൾ എഴുതിയ റൈറ്ററാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് അദ്ദേഹം ശരിക്കും നിഷാദ് കോയ ഒരു ഇടത് അനുഭാവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാ മതവിഭാഗവും ജാതിയും മതവും ഒന്നും നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ കേരളം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു ടൗൺഷിപ്പ് ഉയർത്തിയിരിക്കുന്നത്. അതായത് സർക്കാരാണ് ചെയ്തത്. സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ, ജനങ്ങളുടെ പണം കൊണ്ടാണ്. മമ്മൂട്ടിയും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ സൈബർ പോരാളികൾക്ക് ചെറിയൊരു അവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുരുവിട്ടാന്നൊക്കെ പറയല്ലോ, അങ്ങനെയൊക്കെ പറ്റിയത് എനിക്ക് തോന്നുന്നു. മമ്മൂട്ടീനെ മീഡിയക്കാർ പോയിട്ട് മമ്മൂട്ടി അടുത്ത് സർക്കാരിന്റെ എന്ന് പറഞ്ഞ് എല്ലാം ഒരു പിണറായി സർക്കാരിനുള്ള ഒരു സപ്പോർട്ട് ആക്കാൻ വേണ്ടി ചില മീഡിയക്കാർ ശ്രമിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞത് നമ്മുടെ പണം, മമ്മൂട്ടി എവിടെയും അതൊരു സർക്കാരിന്റെ എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ ഇഷ്ടത്തിന് പോയി. മമ്മൂട്ടി ഒരിക്കലും അതൊരു സർക്കാരിന്റെ PR വർക്ക് എന്നുള്ള രീതിയിൽ ഒരിക്കലും വരരുതെന്ന് തന്നെയാണ് മമ്മൂട്ടി ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ അത് മമ്മൂട്ടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് മമ്മൂട്ടി ഓട്ടോമാറ്റിക്കലി അവിടെ വന്നു കഴിഞ്ഞാൽ പിണറായി പറഞ്ഞിട്ട് വരികയാണെന്നുള്ള ഒരു ചിന്ത ആളുകൾക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി ജില്ലാ സെക്രട്ടറി അടുത്ത് പറഞ്ഞത് നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ മീഡിയക്കാരുടെ അടുത്ത് മമ്മൂട്ടി അന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിഷാദ് കോയ പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി വെറും ഒരു കാഴ്ചക്കാരനല്ല. അതായത് മമ്മൂട്ടി, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന മമ്മൂട്ടിയാണ്. മമ്മൂട്ടി അവിടെ മമ്മൂട്ടിയുടെ പേഴ്സണൽ ഒരു ഇതിനു വേണ്ടി വന്നിരിക്കുന്നതാണ്. അതായത് പാർട്ടി സ്പോൺസർഷിപ്പ് പരിപാടി ആക്കാൻ ശ്രമിച്ച, അതായത് അത് ഉദ്ദേശിക്കുന്ന ഈ കതറിട്ട്, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കതറിട്ട് നടക്കുന്ന ചില യൂത്ത് നേതാക്കൾ, അത് എനിക്ക് കോൺഗ്രസിനെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഫോട്ടോന്റെ, നമ്മൾ ഈ അടുത്ത് പോലും ഫോട്ടോയിൽ പെടാൻ വേണ്ടി എല്ലാവരും കുത്തിക്കേറി വന്നിരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സീനിയർ നേതാക്കൾ മുതൽ യുവ നേതാക്കൾ വരെ. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ പറഞ്ഞത് അതുപോലെ താഴാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് നിഷാദ് കോയ അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നിഷാദ് കോയ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നാളെ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ പോലും, അവിടെ DCC സെക്രട്ടറി ആണ് ഇതുപോലെ പെരുമാറുന്നതെങ്കിൽ പോലും മമ്മൂട്ടി അവിടെ ഇത് പറഞ്ഞിരിക്കും. അതാണ് മമ്മൂക്ക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അടിയിൽ നിഷാദിനെ കുറച്ച് മോശമായിട്ട് കമന്റ്, നിഷാദെ വെളുപ്പിക്കേണ്ട, പാർട്ടിയെ സഹായിക്കാൻ അപേക്ഷ കിട്ടിപ്പോയതാണ് മമ്മൂട്ടി. അതായത് മമ്മൂട്ടി പിണറായി പറഞ്ഞിട്ട് പോയി എന്നുള്ളതാണ് ഒരു കമന്റ്. വേറൊരു കമന്റ്, മമ്മൂട്ടി ശരിയാണ്, മമ്മൂട്ടി ഈസ് റൈറ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സിദ്ദിഖിനെ പോലെ അല്ല റഫീഖ് എന്ന് പറയുന്നത്. അതായത് സിദ്ദിഖിനെതിരെയും ഈ ഒരു സമയത്ത് CPM അനുകൂലികൾ കൂടുതൽ സിദ്ദിഖിനെ കളിയാക്കാൻ വേണ്ടി ഈ ഒരു വേദി, ഈ ഒരു പ്ലാറ്റ്ഫോം മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഒരു കമന്റിൽ ഇതിൽ വന്നിരിക്കുന്നുണ്ട്. പിന്നെ മറ്റേ മാർത്താണ്ഡൻ, മമ്മൂട്ടി ആണ് മാർത്താണ്ഡൻ ഇൻഡിപെൻഡന്റ് ആക്കിയത്, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാർത്താണ്ഡനും പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടി സാർ ഇവരൊക്കെ മമ്മൂട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വരെ പോസ്റ്റ് ചെയ്തിട്ടാണ്. മാർത്താണ്ഡൻ മമ്മൂട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടാണ് ആദ്യമായിട്ടൊരു അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ എനിക്കൊരു ഡേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ നല്ല കഥയായിട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് മമ്മൂട്ടി സാറ്. മമ്മൂട്ടി സാറ് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ ഇത് ശരിയല്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ പറഞ്ഞ മാർത്താണ്ഡൻ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട മാർത്താണ്ഡൻ എനിക്കൊന്ന് March 8 വിമൻസ് ഡേക്ക് മമ്മൂട്ടി ഇദ്ദേഹത്തിന്റെ അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്ര വളരെ ഒരു ആത്മബന്ധം മമ്മൂട്ടിക്ക് ഉണ്ട്, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തിനെ അടുത്തറിയാമെന്ന രീതിയിലാണ് അദ്ദേഹം ഇതിൽ കമന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ജോയ് മാത്യു, പിന്നെ നമുക്കറിയാം ജോയ് മാത്യു മമ്മൂട്ടിയുടെ നല്ല ബന്ധമാണ്. ജോയ് മാത്യു മമ്മൂട്ടിയെ നായകനാക്കി സിനിമ ചെയ്തിട്ടുള്ളതാണ്, മമ്മൂട്ടിയായിട്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളതാണ്. പോരാത്തിന് ജോയ് മാത്യു എന്തും വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഏത് കാര്യവും, അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള പിണറായിനെയൊക്കെ ഒരുപാട് വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ജോയ് മാത്യു ഭരിക്കുന്ന മമ്മൂട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, മമ്മൂട്ടിയോളം സഹജീവികളോട് കരുണ കാണിക്കുന്ന മറ്റൊരു നടൻ മലയാള സിനിമയിൽ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. പിന്നെ പറഞ്ഞു അതൊരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞൊരു വലിയൊരു പോയിന്റ്, രണ്ടുപേര് തമ്മിലുള്ള ചെറിയൊരു പ്രശ്നം, അത് ഈ ജില്ലാ സെക്രട്ടറി മമ്മൂട്ടി തമ്മിലുണ്ട്, അത് പ്രശ്നമൊന്നും പോലും പറയാൻ പറ്റില്ല. അവർ തമ്മിലൊരു സ്വകാര്യ സംഭാഷണം ഊതി വീർപ്പിച്ചത് ആരാണ്? എന്നിട്ട് അവസാനം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ ഊതി വീർപ്പിച്ച് ഈ സൈബർ അറ്റാക്ക് നടത്തുന്ന അടിമകളോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ കഴിവുള്ള ഒരു നേതാവില്ലേ? അത് ഇൻഡയറക്ട്ലി പിണറായി തന്നെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം പിണറായിയാണ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞാൽ തന്നെ നമുക്ക് പിണറായി വിജയനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജോയ് മാത്യു അത് ആ രീതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചെറിയാൻ ഫിലിപ്പ് മമ്മൂട്ടിയോട് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് പറഞ്ഞാണ് പോസ്റ്റ്. അദ്ദേഹം നമുക്കറിയാം എതിർ പാർട്ടി ചേരിയിൽ നിൽക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞേ തീരൂ എന്ന രീതിയിൽ വന്നിട്ട് പറഞ്ഞു, ഈ സൈബർ അറ്റാക്ക് നടത്തിയവർക്കെതിരെ പോലീസ് കേസ് എടുക്കണം. എന്നിട്ട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് കൈരളിയിൽ 25 വർഷം പ്രവർത്തിച്ച മമ്മൂട്ടിക്ക് CPM നൽകിയ തെറി അഭിഷേകം എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷേപമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു രാജ്യസഭാ അംഗത്വമോ
സർക്കാർ പദവികളോ എന്തെങ്കിലും ഇതുപോലൊരു മഹാനായ നടന് നൽകുന്നതിന് പകരം ഇതാണ് സർക്കാർ നൽകിയെന്ന് പറഞ്ഞാൽ സർക്കാരിനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പിന്നെ PC വിശ്വനാഥ് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഒരു പൊതു സ്വത്താണ് എന്ന രീതിയിൽ. പിന്നെ അങ്ങനെ ഒരുപാട് ഞാനിപ്പോൾ എല്ലാവരെയും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല എങ്കിൽ പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയ ചില പോയിന്റ്സ് ആണ്. പിന്നെ പറയുന്നുണ്ട് ഇതിൽ ചിലർ പറഞ്ഞ മമ്മൂട്ടിക്ക് വ്യക്തമായിട്ട് രാഷ്ട്രീയം, അത് മാർത്താണ്ഡൻ തന്നെയാണ്, മമ്മൂട്ടിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. പക്ഷെ അദ്ദേഹം എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. എന്തായാലും ഇതെല്ലാം ഇങ്ങനെയുള്ള ചർച്ചകളും പല രീതിയിൽ വന്നതുകൊണ്ട് അതിനിപ്പോ ഒരു തെരഞ്ഞെടുപ്പിനെ വരെ ബാധിക്കുന്ന തരത്തിൽ അതായത് ഓൾറെഡി ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏകദേശം പ്രൂവ് ആയതാണ്. അത് ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണോന്ന് അറിയില്ല, പൊതുവെ ഇതിനൊന്നിനും വലിയ മറുപടി കൊടുക്കാത്ത തന്റെ പാർട്ടിയിലുള്ളവരോ അല്ലെങ്കിൽ അണികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ എന്ത് പറഞ്ഞാലും ന്യായീകരിക്കുന്ന ഒരു തരത്തിൽ ഉള്ള പെരുമാറ്റമുള്ള പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അതൊരു വലിയൊരു നല്ല കാര്യം തന്നെയാണ്. പിണറായി വിജയൻ ഇന്നലെ ഒരു ചടങ്ങിന്റെ ഇടയിൽ പറഞ്ഞത് മലയാളത്തിന്റെ മഹാനടനോട് മാപ്പ് പറയുന്നു. എന്നിട്ട് അദ്ദേഹം ഈ സൈബർ പോരാളികളെ തന്നെ കുറ്റപ്പെടുത്തിയിട്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി ഒരു നല്ല ഉദ്ദേശത്തിൽ അതങ്ങനെ തന്നെ പറഞ്ഞു. മമ്മൂട്ടി വ്യക്തിപരമായി ആരും പറഞ്ഞിട്ടല്ല. എന്നിട്ട് പറഞ്ഞു മമ്മൂട്ടി മാത്രമല്ല എല്ലാവരും അവിടെ വിസിറ്റ് ചെയ്യുന്നതാണ്, എല്ലാവരും ആ ടൗൺഷിപ്പ് കാണാൻ പോകുന്നതാണ്, അവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടായതിൽ വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മാപ്പ് പറഞ്ഞു. അതെന്തായാലും വലിയൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും പിണറായി വിജയൻ അവിടെ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാപ്പ് പറഞ്ഞാൽ അപ്പുറത്ത് മമ്മൂട്ടിന് ഇത്ര നേരം തെറി വിളിച്ചവരൊക്കെ ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ ആ പോസ്റ്റിനിടയിൽ മാപ്പ് പറയേണ്ടി വരും. കാരണം ഞാൻ പോലും കണ്ടിട്ടുണ്ട് ആ ദിവസം മുതൽ എല്ലാവരും മമ്മൂട്ടിനെ ചീത്ത വിളിച്ചിട്ട് ഒരു കമന്റ് എഴുതുന്നത്. അത് പിന്നെ പൊതുവെ അങ്ങനെയാണ്. നമുക്കറിയാം ഈ സിനിമാ നടന്മാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എല്ലാവരും എന്ത് പറഞ്ഞാലും പറയും നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതല്ല, എല്ലാവർക്കും എല്ലാവരുടേതായ ഒരു റെസ്പെക്ട് കൊടുക്കണം, അത് ഏത് മേഖലയിലായാൽ പോലും. അപ്പൊ ഇക്കാര്യത്തിൽ ഊതി വെപ്പിക്കാൻ പാടില്ലെന്ന് പിന്നെ എനിക്ക് തോന്നുന്നു. പണ്ടും ഇതുപോലത്തെ പല ഇഷ്യൂസൊക്കെ പല നടന്മാരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. മമ്മൂട്ടി പോലും പണ്ട് ചില ആരാധകരോട് മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നൊന്നും ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടായിരിക്കും ഇതുപോലെ ചർച്ചകളൊക്കെ ഒന്നും പോവാത്തത്. ഇന്ന് പക്ഷെ ഇങ്ങനെ ഒരു ചർച്ചയായതും ആ ഒരു ചർച്ച അവസാനിച്ചപ്പോൾ പിണറായി വിജയൻ മാപ്പ് പറഞ്ഞതോടുകൂടി അതവിടെ തീർന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും മമ്മൂട്ടിയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന രീതിയിൽ തന്നെ ആ രീതിയിൽ തന്നെ നമ്മൾ എല്ലാവരും സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി ഒരു ചർച്ചയ്ക്ക് ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.